വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ടെക് ഇൻഫോ. ഞാൻ മുസ്താഖ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ലോഗോ ലോഞ്ചിങ് അനിമേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ വന്നൊരു കമൻറ്റാണ് ലോഗോ ക്രിയേഷൻ്റെ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ സെയിം സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലോഗോ ക്രിയേഷൻ എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിന് മുമ്പ് നിങ്ങൾ അനിമേഷൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെയും ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് വിട്ടാലോ. നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്യാം. renderforest.com എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് സൈറ്റിൽ കയറുന്നതെങ്കിൽ തീർച്ചയായും സൈൻ ചെയ്യുക. സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വീഡിയോ അല്ലെങ്കിൽ ലോഗോ ഏതാണോ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. നമുക്ക് ലോഗോ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമ്മൾ ബ്രാൻഡ് നെയിമാണ് കൊടുക്കേണ്ടത്. ബ്രാൻഡ് നെയിമിന് പകരം നമ്മളിവിടെ തീമാണ് കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്. കാരണം നമ്മളിവിടെ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് അതിന് ബേസ്ഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ലോഗോസിൻ്റെ മോഡൽ. അപ്പോൾ നമ്മളിവിടെ തീം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ തീമിലുള്ള ലോഗോസിൻ്റെ മോഡൽ നമുക്ക് ലഭിക്കും. ഞാനിവിടെ ഡെമോക്ക് വേണ്ടി ലോഗോ എന്ന് തന്നെ സെലക്ട് ചെയ്യുകയാണ്. ശേഷം ഗെറ്റ് മൈ ലോഗോ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ക്യാപ്ഷനും അതുപോലെ ഡിസ്ക്രിപ്ഷനും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിർബന്ധമില്ല. നമ്മൾ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഉള്ളത് നമ്മുടെ ലോഗോൻ്റെ ടൈപ്സ് ആണ്. പല ടൈപ്പ് ലോഗോസ് ഉണ്ട്. ലൈൻ സ്റ്റൈൽ, സോളിഡ് സ്റ്റൈൽ, ഫ്ലാറ്റ് സ്റ്റൈൽ, വാട്ടർ കളർ, എംബ്ലം, മിനിമൽ, ആൽഫാബറ്റിക്കൽ, ഗ്രേഡിയൻറ്റ്, ഈ ടൈപ്പിലുള്ള ലോഗോസാണ്. ഇത് ഓരോ ടൈപ്പിലും ധാരാളം സ്റ്റൈലുകളുണ്ട്. ഞാനിവിടെ ഗ്രേഡിയൻറ്റ് ടൈപ്പാണ് സെലക്ട് ചെയ്തത്. ഗ്രേഡിയൻറ്റിൽ തന്നെ ധാരാളം സ്റ്റൈലുകളുണ്ട്. അതുപോലെ ഓരോ ടൈപ്പിലും ധാരാളം സ്റ്റൈൽ ലോഗോസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഗ്രേഡിയൻറ്റ് ടൈപ്പ് ലോഡായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഗ്രേഡിയൻറ്റ് കളറിലുള്ള ധാരാളം ലോഗോസിൻ്റെ മോഡൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലിവിടെ ഈ ഒരു എൽ വെച്ച് കാണുന്ന ഈ ഒരു ലോഗോ ഉണ്ടല്ലോ, ഇത് നമ്മൾ ആൽഫാബറ്റിക്കൽ ബേസ്ഡ് ആയിട്ടാണ്. ഇതുപോലെ ആൽഫാബറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ലോഗോസ് ഈ സൈറ്റിൽ ധാരാളമുണ്ട്. അത് നമ്മൾ എന്താണോ നമ്മൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും ഇതുപോലെ ലോഗോ ആയിട്ട് വരിക. ഇത് ഈ ടൈപ്പിലുള്ള പല ലോഗോസും ഇതിൽ അവൈലബിൾ ആണ്. അതല്ലാതെ ഫിക്സഡ് ആയിട്ടുള്ളതുമുണ്ട്. അപ്പോൾ നമുക്ക് ധാരാളം ലോഗോസിൻ്റെ മോഡൽ ഇതിൽ കാണാൻ സാധിക്കും. കൂടുതൽ ലോഗോസിൻ്റെ മോഡൽ ലോഡിങ് ആവുന്നുണ്ട്. ഞാൻ ലോഡായി വന്നതിൽ നിന്നും ഒരു മോഡൽ സെലക്ട് ചെയ്ത് നമുക്ക് എങ്ങനെ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ലോഗോ ആണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം നമുക്കിത് എഡിറ്റ് ആൻഡ് ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ലോഗോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ ഒരു റെഡ് കളറാണ് ടെക്സ്റ്റിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. കളർ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഐക്കണിൻ്റെ കളർ സെലക്ട് ചെയ്യാം. ഇവിടെ ഗ്രേഡിയൻ്റ് ആയതുകൊണ്ട് രണ്ട് കളറുണ്ട്. ഒന്ന് ടോപ്പ് സൈഡിലുള്ള കളറും അതുപോലെ തന്നെ അപ്പുറത്തുള്ളത് ബോട്ടം സൈഡിലുള്ള കളറുമാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ അടിയിൽ സജസ്റ്റഡ് കളേഴ്സ് ഉണ്ട്. ഈ കളേഴ്സിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ മോഡൽ അവിടെ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. അതിന് മുകളിലുള്ള ആ കളറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏത് കളറാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാൻ റെഡ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഐക്കണിൻ്റെ ഒരു സൈഡിൽ നമുക്ക് റെഡ് കൊടുക്കാം. റെഡ് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മറ്റേ എഡ്ജിൽ നമുക്കൊരു ബ്ലൂ കളർ, ഡാർക്ക് ബ്ലൂ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ലോഗോയുടെ കളർ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടെക്സ്റ്റാണ് എഡിറ്റ് ചെയ്യാനുള്ളത്. അതിന് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ വേണമെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം. നമ്മൾ ബ്രാൻഡ് നെയിം തീമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രാൻഡ് നെയിം ആക്കി മാറ്റാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഫോണ്ട് സ്റ്റൈൽ സെലക്ട് ചെയ്യാം. ഇതിൽ ധാരാളം ഫോണ്ട് സ്റ്റൈലുണ്ട്. ഞാൻ ഈ ഒരു ഫോണ്ട് സ്റ്റൈലാണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം നമുക്ക് ആ ഫോണ്ടിൻ്റെ പൊസിഷൻ വേണമെങ്കിൽ മാറ്റാം. നമുക്കത് ലോഗോയുടെ ഏത് സൈഡിലാണോ സൈസ് ആവുന്നത് കറക്റ്റ് ആ പൊസിഷനിലേക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. ഞാൻ തൽക്കാലം താഴെ തന്നെയാണ് വെക്കുന്നത്. ശേഷം നമുക്ക് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ആ വേർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താണ് അങ്ങനെ വന്നത്. നമ്മൾ അൺസെലക്ട് ചെയ്തിട്ട് വീണ്ടും ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഫ്രീ ഓപ്ഷനിൽ നിന്നുള്ള ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ലോഗോ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ലോഡായി വന്നതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ലോഗോ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത നമ്മുടെ ലോഗോ. വളരെ പെട്ടെന്ന് തന്നെ മനോഹരമായ രീതിയിൽ ലോഗോകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഈ സൈറ്റ് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ലോഗോ ക്രിയേഷൻ മാത്രമല്ല, ലോഗോ ഇൻട്രോ അനിമേഷനും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ സൈറ്റ് ഉപയോഗിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യാനോ അതുപോലെ വീഡിയോ മേക്ക് ചെയ്യാനോ ഉണ്ടെങ്കിൽ സൈറ്റ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്.
വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.